നമസ്കാരം. ഇന്ത്യയെ തകർക്കാൻ ജോ ബൈഡനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ജോർജ് സോറസ്. ഇന്ത്യക്ക് അമേരിക്ക ഒരു ഭീഷണിയാണ് എന്നത് തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വരികയാണ്. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറസ് എന്ന ശതകോടീശ്വരനും ജോ ബൈഡനും ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വാധീനിക്കാനും അട്ടിമറിക്കാനും ചെലവിട്ടത് 180 കോടി രൂപയാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിക്കായി ബൈഡന്റെ ഡീപ് സ്റ്റേറ്റ് ചെലവിട്ടത് 250 കോടി രൂപയെന്നും രേഖകൾ പുറത്ത്. ഡൊണാൾഡ് ട്രംപ് സർക്കാരിന് കീഴിൽ ഇലോൺ മസ്ക് അധ്യക്ഷനായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരം ഫണ്ടുകളെല്ലാം റദ്ദാക്കുന്നതായും ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജ് വ്യക്തമാക്കി. നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ട്രംപ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. US എയ്ഡ് വഴിയാണ് പണം ചെലവഴിച്ചിരിക്കുന്നത്. ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി US എയ്ഡ് ലഭിക്കുന്ന സംഘടനയാണ്. സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അടക്കം സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. ബൈഡൻ ഭരണകൂടം സോറസ് വഴി കോൺഗ്രസ് പാർട്ടിക്കാണോ പണം നൽകിയത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യവുമുണ്ട്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള സോറസിന്റെ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽ ഉണ്ടായി എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽ വിദേശ ഇടപെടൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവ് ലഭിച്ചതായും ഭരണപക്ഷത്തിനല്ല അതിന്റെ നേട്ടമെന്ന് എല്ലാവർക്കും അറിയാമെന്നും അമിത് മാളവ്യ പറഞ്ഞു. ഭാരതത്തിലെ മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ലക്ഷ്യമിട്ടാണ് ബൈഡൻ സർക്കാർ പണമൊഴുക്കിയത് എന്നാണ് US സർക്കാർ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പണം കോൺഗ്രസിനാണോ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നേപ്പാളിലും US ഡീപ് സ്റ്റേറ്റ് 180 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ഭാരതം അടക്കമുള്ള വിവിധ ലോക രാജ്യങ്ങളിൽ 4000 കോടിയിലേറെ രൂപയാണ് US എയ്ഡായി വിവിധ NGOകൾ വഴി ചെലവഴിച്ചത്. ഇനി എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നോക്കാം. പുതിയ രീതിയിലുള്ള കൊളോണിയലിസം തന്നെയാണ് സാമൂഹ്യ സേവനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന NGO ഫണ്ടിങ്ങിലൂടെ അമേരിക്കയിലെ കമ്പനികളും ഫോർഡ് ഫൗണ്ടേഷൻ മുതലായ വൻ സംവിധാനങ്ങളും വ്യക്തികളും ജോർജ് സോറസ് പോലുള്ള ശതകോടീശ്വരന്മാരും ചെയ്യുന്നത്. പണ്ട് നേരിട്ട് ആയുധവുമായി കടന്നു വന്ന് രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം പണം നൽകി ആ രാജ്യത്തിലെ മിടുക്കും ബുദ്ധിയുമുള്ള കുറെ പേരെ NGOകളുടെ ഭാഗമാക്കുന്നു. പിന്നീട് അവരെയും മറ്റു ചില രാഷ്ട്രീയ ബിസിനസ് വ്യക്തികളെയും പിടിച്ച് കലാപം നടത്തി അധികാരം പിടിച്ചെടുക്കുന്നു. പിന്നീട് പാവ പോലുള്ള ഒരാളെ നേതാവായി നിയോഗിക്കുന്നു. ഇതാണ് ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാവ നേതാവിനെ അധികാരത്തിൽ വാഴിക്കുന്നത് വഴി ആ രാജ്യത്തെ ഇഷ്ടം പോലെ കൊള്ളയടിക്കാം. നല്ല ലാഭമുള്ള ബിസിനസ് കൂടിയാണ് ഇത്.